കൂട്ടുകാരെ കുറച്ച് ദിവസം മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് വേറെ ഒന്നുമില്ല, എന്താണ് ഒരു സുവിശേഷകന് വേണ്ട ഒരു മനോഭാവം. അത് ഇങ്ങനെയാണ് എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. കാറ്ററിംഗ് വർക്കിനും പാചകക്കാരൻ്റെയും മനോഭാവം വേണം ഒരു സുവിശേഷകന് വേണ്ടത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. കാറ്ററിങ്ങിൽ ബിരിയാണിയും എല്ലാം തരുന്ന ആൾ ജാതിയോ മതമോ നിറവോ വരുന്നവൻ്റെ പണവും നോക്കിയിട്ടല്ല ബിരിയാണിയും തരുന്നത്, അല്ലേ? അതുപോലെ തന്നെ നാം സുവിശേഷം പറയുമ്പോൾ നാം ഒരിക്കലും നോക്കരുത് ഒരാളുടെയും ജാതിയും മതവും നിറവും ആളുടെ പണവും ഒന്നും നോക്കരുത്. അയാൾ പാവപ്പെട്ടവനാണോ പണക്കാരനാണോ എന്നും നോക്കരുത്. ചിലർ വരും അവിടെ ഇത് നല്ലതായിട്ടുണ്ട് കേട്ടോ, നല്ല രുചിയുണ്ട്. ചിലവരും ഉപ്പ് കുറച്ച് കൂടിപ്പോയി, ഉപ്പ് കുറച്ച് കുറഞ്ഞിപ്പോയി എന്നൊക്കെ പറയും, അല്ലേ? ഇത് നമുക്ക് മനസ്സിലായി. ഇത് രണ്ടാമത്താണ്. ഇത് മനസ്സിലാക്കുക. ചിലർ നമ്മളെ നല്ല പ്രസംഗം നന്നായിട്ടുണ്ട് അപ്പം അങ്ങനെയും പറയുന്നതുകൊണ്ട് ചിലർ നമ്മൾ തെറ്റ് തിരുത്താൻ വേണ്ടി പറയും. അത് സിംഷോനാണ്, അല്ലാതെ ദാവീദല്ല. നിനക്ക് തെറ്റ് പറ്റിപ്പോയി, അത് തിരുത്തണം എന്ന് പറയും, നമ്മളെ മാറ്റി നിർത്തി. അത് മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ചിലർ നിറവും മണവും ഒക്കെ ചേർക്കും ഭക്ഷണത്തിൽ, ചിലർ ചേർക്കില്ല. നിറവും മണവും ചേർക്കുന്നവർ ആഹാരം കഴിക്കുന്നത് വയറ്റിനൊക്കെ അസുഖമൊക്കെ വരും, അല്ലേ? ആ വയറ്റിലകത്തുള്ള ഇൻറ്റേർണൽ ഓർഗാനിസിനൊക്കെ. ഇതുപോലെയാണ് നിറവും മണവും ഇല്ലാത്ത ആഹാരം ആയിട്ടുള്ള വെള്ളമൊന്നും ഒഴിക്കാത്ത വചനം നമ്മൾ കഴിക്കുമ്പോൾ സ്വർഗത്തിൽ പോകും. വെള്ളമൊന്നും ഒഴിച്ച പാലും ഒക്കെ ഒഴിച്ച് ഉള്ള വചനം നമ്മൾ കൊടുത്താൽ എന്ത് ചെയ്യും? അവർ നരകത്തിൽ പോകും. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണും, അല്ലേ? ഞാൻ പറയേണ്ട മനസ്സിലായോ? നാം പറയുമ്പോൾ സത്യവചനം മാത്രമേ പറയാൻ പാടുള്ളൂ. പണവും പ്രതാപവും നോക്കി വെള്ളം ചേർത്ത് കൊടുക്കരുത് ആൾക്ക്. എന്നാൽ നമ്മൾ അവരോട് കാണിക്കുന്ന ചതിയായി പോവും, അവർ നരകത്തിലേക്ക് പോവും. മനസ്സിലായോ? നാലാമത്തെ കാര്യം, ഈ ആരെയും മരിച്ചു പോയാൽ നിറവും മണവും ചേർത്ത് ഉള്ള ആഹാരം കഴിച്ച് ആരെയും മരിച്ചു പോകും. ചിലവർ മരിച്ചു പോകും, അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കടയൊക്കെ പൂട്ടും. ഇതുപോലെയാണ് ജഡ്ജ്മെൻ്റ് സുവിശേഷകർക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈകളിൽ കറ പറ്റിയാൽ നമ്മളും നരകത്തിൽ പോകും. അതുകൊണ്ട് തെറ്റ് തിരുത്തി സത്യസുവിശേഷം പ്രസംഗിക്കേണ്ടത് അത്യാവശ്യകരമാണ്. അഞ്ചാമത്തെ കാര്യം, ചിലവർ ആഹാരം കഴിക്കും, ഫുള്ളും കഴിക്കും, അല്ലേ? ചെറിയ ചിലവർ പകുതി കഴിഞ്ഞ് കളയും, അല്ലേ? അതുപോലെയാണ് സുവിശേഷം കേട്ട് ഈ വരിയിൽ നിന്ന് ഈ വരിയിലോട്ട് പോകണോ, ഈ വരിയിൽ നിന്ന് ഈ വരിയിലോട്ട് പോയി മാനസാന്തരപ്പെടണോ എന്നത് അവരവരുടെ ഇഷ്ടമാണ്. അല്ലാതെ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നിർത്തരുത്. തുടർന്ന് കൊണ്ടേയിരിക്കുക, സത്യസുവിശേഷം മാത്രം പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനം നിർത്തുന്നു.